ഓക്കെ. അപ്പൊ കേൾക്കുന്നുണ്ടല്ലോ. ചിലപ്പോൾ വീണ്ടും 45 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും കട്ടാവാൻ ചാൻസ് ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിലൊന്നും വലിയ ബുദ്ധിമുട്ട് വന്നിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ 2 hours കൂടുതൽ എടുത്തതാ. പക്ഷെ ഇന്ന് അങ്ങനെ ഒരു മെസ്സേജ് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ദയവ് ചെയ്ത് കട്ടായി പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും സെയിം ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ. അപ്പൊ ഒന്ന് ശരീരം ഇളക്കാന്ന് വെച്ചിട്ട് ഒന്ന് ചെയ്യുന്ന പരിപാടിയാണ്. മിസ്റ്റർ ആരാണത്? ദയവ് ചെയ്ത് എല്ലാരും മ്യൂട്ട് ചെയ്യൂ. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാലോ. അപ്പൊ നമ്മൾ പറഞ്ഞത് ഡിഫറെന്റ് ഫോംസ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെ, ക്ലാസിഫിക്കേഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് പറഞ്ഞത്. അപ്പൊ ഇതെല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന്റെ പേര് തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. ഒന്നാമത്തേത് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ് പറയുന്നത്. കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പൊ ഇതിൽ കൺസ്യൂമർ ഗുഡ്സ് നമുക്ക് നോക്കാം എന്താ മീനിങ് എന്നുള്ളത്. People who want to obtain the day-to-day household goods at reasonable prices from consumer cooperative society. നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ പറയാൻ വേണ്ടി പറ്റുമോ? കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി, അതായത് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നമ്മൾക്ക് ഡേ ടു ഡേ നമ്മളെ നീഡ്സ് ഉണ്ടാവില്ലേ, നമ്മൾക്ക് നമ്മളെ ആവശ്യങ്ങൾക്ക് വേണ്ടുന്ന കൺസ്യൂമർ ഗുഡ്സ് വാങ്ങാൻ വേണ്ടി പറ്റുന്ന പ്ലേസ് ഉണ്ടാവും. കോപ്പറേറ്റീവ് സൊസൈറ്റികൾ അത് സെയിൽ ചെയ്യുന്നുണ്ടാവും റീസണബിൾ പ്രൈസിൽ, ക്വാളിറ്റി ഗുഡ്സ് അറ്റ് റീസണബിൾ പ്രൈസ്. അപ്പൊ അങ്ങനെയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെ പറയുന്ന പേരാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ്. എക്സാമ്പിൾ പറയാൻ വേണ്ടി പറ്റുമോ? നിങ്ങളെ വീടിനടുത്തൊക്കെ ഉണ്ടാവും ഈ നീതി സ്റ്റോർ അങ്ങനെയുള്ള കാര്യങ്ങളില്ലേ, മാവേലി സ്റ്റോറുകൾ കേട്ടിട്ടുണ്ടോ? ഇല്ലേ? ഇപ്പൊ നമ്മൾക്ക് കിറ്റെല്ലാം തരുന്നുണ്ട്. എന്താ പറയാ, കിറ്റിന്റെ കേസല്ല പറയുന്നത്, കൺസ്യൂമർ സ്റ്റോറുകൾ ഉണ്ട്, മാവേലി സ്റ്റോറുകൾ പോലെയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പൊ ആ ഒരു ഇതാണ് നമ്മളെ ഇതിൽ വരുന്നത്. മെയിൻ ആയിട്ട് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞാല് ഫ്രം കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി പീപ്പിൾ ക്യാൻ പർച്ചേസ് ഡേ ടു ഡേ ഹൗസ് ഹോൾഡ് അറ്റ് റീസണബിൾ പ്രൈസസ്. ഡേ ടു ഡേ ഹൗസ് ഹോൾഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈനംദിന ആവശ്യങ്ങൾക്ക് വേണ്ടുന്ന സാധനങ്ങള് ചെറിയ പ്രൈസിന്, വില കുറഞ്ഞ രീതിയിൽ നമ്മൾക്ക് ഈ പറയുന്ന കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ നിന്ന് വാങ്ങാൻ വേണ്ടി പറ്റും. അപ്പൊ അതാണ് ഈ പറയുന്ന മാവേലി സ്റ്റോർ, നീതി സ്റ്റോർ, അതൊക്കെയാണ് ഈ കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എക്സാമ്പിൾ ആയിട്ട് വരുന്നത്. അവര് സെയിൽ ചെയ്യുന്നത് ഹൗസ് ഹോൾഡ് ഗുഡ്സ് ആണ് അവര് സെയിൽ ചെയ്യുന്നത്. അപ്പൊ അവരെന്താ ചെയ്യുക, ഈ കോപ്പറേറ്റീവ് സൊസൈറ്റികള് ദേ പർച്ചേസ് ഗുഡ്സ് ഇൻ ബൾക്ക് ക്വാണ്ടിറ്റി ഫ്രം ഹോൾസെയിൽസ് ഓർ പ്രൊഡ്യൂസേഴ്സ് ആൻഡ് സെൽ ദംസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ്, സംടൈംസ് ടു നോൺ മെമ്പേഴ്സ്. അപ്പൊ ഒന്നാമത്തേത് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് പറയുന്നത്. കൺസ്യൂമർ ഗുഡ്സ് ആണ് ഇവര് സെയിൽ ചെയ്യുന്നത് റീസണബിൾ പ്രൈസില്. അപ്പൊ ഇവര് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ഹോൾസെയിലേഴ്സിന്റെ അടുത്തുനിന്ന് ഈ പറയുന്ന കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യും. ബൾക്ക് ക്വാണ്ടിറ്റിയിൽ ഹോൾസെയിലേഴ്സിന്റെ അടുത്ത് സാധനങ്ങൾ വാങ്ങിയിട്ട് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി വഴി അത് അവരെ മെമ്പേഴ്സിനും അല്ലെങ്കിൽ ചിലപ്പോൾ നോൺ മെമ്പേഴ്സിനും ആ ഗുഡ്സ് ചീപ്പർ റേറ്റിന് സെയിൽ ചെയ്യുന്നു. അപ്പൊ അങ്ങനെയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിനെ പറയുന്ന പേരാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇതിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞ മാവേലി സ്റ്റോറൊക്കെ എടുത്ത് നോക്കാം. അങ്ങനെയുള്ള കൺസ്യൂമർ അതാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞാല്. അടുത്തത് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ്സ് ആണ്. പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ്സ് തന്നെ പേര് തന്നെ പ്രൊഡ്യൂസേഴ്സ് എന്നാണ് അല്ലെ. അപ്പൊ ഇതില് മെമ്പേഴ്സ് ആയിട്ട് വരുന്നത് or these type of producer cooperatives are formed by the small industrial producers and artisans. അപ്പൊ ഇവിടെ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത് പ്രൊഡ്യൂസേഴ്സ് കൂടിയിട്ട്, ആർട്ടിസൻസ്, അതായത് ചെറിയ ചെറിയ എന്താ പറയാ കമ്മോഡിറ്റി എല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ആർട്ടിസൻസ് ഉണ്ടാവും. ആർട്ടിസൻസ് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്ന കാര്യങ്ങള്, എന്താ പറയാ ഈ പറയുന്ന എന്താ പറയാ പോട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന നമ്മളെ ചെറിയ രീതിയിൽ പ്രൊഡക്ഷൻ നടത്തുന്ന പ്രൊഡ്യൂസേഴ്സും ആർട്ടിസൻസ് ഒക്കെ കൂടിയിട്ട് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഡെവലപ്പ് ചെയ്യുന്നു. അതാണ് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെ പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറഞ്ഞാല്. അപ്പൊ അവര് അവരുടേതായ രീതിയിൽ പ്രൊഡക്ഷൻ നടത്തുന്നു. അവർക്ക് ഗവൺമെന്റ് അവർക്ക് എന്താണ് ആവശ്യമുള്ള റോ മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ചെറിയ പ്രൈസിന് പ്രൊവൈഡ് ചെയ്യും. അപ്പൊ കൂടാതെ അവർക്ക് ക്രെഡിറ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കോമ്പറ്റീഷന്റെ അകത്തുനിന്ന് നമ്മളെ ഇൻഡസ്ട്രിയൽ പ്രൊഡ്യൂസേഴ്സിന് അല്ലെങ്കിൽ ആർട്ടിസൻസിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫോം ഓഫ് കോപ്പറേറ്റീവ് സെക്ടർ ആണ് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സെക്ടർ. അവിടെ മെയിൻ ആയിട്ട് വരുന്നത്
സ്മോൾ ടൈപ്പ് പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ആർട്ടിസൻസ് ആണ് അവിടെ ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ അവർക്ക് അറിയുന്ന രീതിയിൽ അവർ പ്രൊഡക്ഷൻ കമ്മോഡിറ്റീസ് എല്ലാം പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഗവൺമെന്റ് അവർക്ക് സഹായങ്ങൾ, അവർക്ക് ചിലപ്പോ പൈസ ഇല്ല എന്നുള്ളതായിരിക്കും, ഫണ്ട് ഇല്ല എന്നുള്ളതായിരിക്കും പ്രൊഡക്ഷൻ സ്റ്റോപ്പ് ചെയ്യാനുള്ള റീസൺ. അപ്പൊ ഗവൺമെന്റ് ക്രെഡിറ്റ് ഫെസിലിറ്റി, ബാങ്കിൽ നിന്ന് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് ഒക്കെ ഓഫർ ചെയ്യും. ആവശ്യമുള്ള മെറ്റീരിയൽസ് ചീപ്പർ റേറ്റിന് സപ്ലൈ ചെയ്യും. അപ്പൊ അതിന്റെ ബേസിലി പ്രൊഡ്യൂസേഴ്സ്, ആർട്ടിസൻസും സ്മോൾ സ്കെയിൽ പ്രൊഡ്യൂസേഴ്സും ഒക്കെ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. അത് അവരുടേതായ രീതിയിൽ അവർ സെയിൽ ചെയ്യും. അപ്പൊ ഇങ്ങനെയുള്ള പ്രൊഡ്യൂസേഴ്സിന്റെ ഒരു കോപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷൻ പറയുന്ന പേരാണ് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പൊ we already discussed about two form of cooperative organization. First one consumer cooperatives and second one producer cooperatives. അപ്പൊ നിങ്ങൾ രണ്ടും നോക്കിയാൽ മനസ്സിലാവും, നിങ്ങൾക്ക് ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. As in the case of consumer cooperative form of organization, they deals day-to-day household commodity. They purchase bulk quantity of these type of household commodity from wholesalers or other producers and sell such commodity to its members or sometimes to non-members also. അതായത് കൺസ്യൂമർ ഗുഡ്സ് സെയിൽ ചെയ്യുന്ന അതാണ് കൺസ്യൂമർ കോപ്പറേറ്റീവ്സിൽ വരുന്നത്. രണ്ടാമത്തേത് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ്സിൽ വരുന്നത് ഈ പറയുന്ന സ്മോൾ പ്രൊഡ്യൂസേഴ്സിനൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫോറിൻ ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ ഒരുപാട് കോമ്പറ്റീഷൻ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ ഈ പറയുന്ന ചെറിയ ചെറിയ തൊഴിലുകൾ ചെയ്യുന്ന പ്രൊഡക്ഷനിൽ എൻഗേജ് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സിന് കോമ്പറ്റീഷനാന്ന് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു പറയുന്ന ഗവൺമെന്റ് അവരെ രീതിയിലുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യുന്നു. അതാണ് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അതിൽ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത് പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും. പ്രൊഡക്ഷൻ അറിയുന്ന ആൾക്കാരാണ് അതിൽ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ അവർക്ക് ഗവൺമെന്റ് പല രീതിയിലുള്ള സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. റോ മെറ്റീരിയലും ബാങ്ക് ലോണും ഫണ്ടും ഒക്കെ ഗവൺമെന്റ് റെഡിയാക്കി കൊടുക്കും. അപ്പൊ അങ്ങനെ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്നു. അതാണ് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് വരുന്നത്. ദെൻ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ്. മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് എന്തായിരിക്കും? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പേരിൽ തന്നെ എല്ലാത്തിന്റെയും മീനിങ് തന്നെ അതിലുണ്ട്. മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് എന്താണ്? മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് എന്ന് പറഞ്ഞാല് ഇത് മാർക്കറ്റിംഗ്, ഓൾറെഡി ഗുഡ്സ് ഒക്കെ ഉണ്ട്, അത് കൺസ്യൂമേഴ്സിന് മാർക്കറ്റിംഗ് നടത്തുക വേണ്ടത്. അപ്പൊ അവിടെ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യും. അതാണ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. When they producers form into a cooperative society for the purpose of arranging the sale of their output. അതായത് ഓൾറെഡി കുറച്ച് പ്രൊഡ്യൂസേഴ്സ് സാധനങ്ങളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, അവർക്ക് അവരെ സാധനങ്ങൾ കൺസ്യൂമേഴ്സിന്റെ ഇടയിൽ വിറ്റഴിക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് അവരൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി ഫോം ചെയ്യുന്നു. അതിനെയാണ് എന്ത് പറയാ? മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് എന്ന് പറയാം. മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ്. അപ്പൊ അത് മെയിൻ ആയിട്ടും അവര് നിങ്ങളൊക്കെ അറിയാം, ഇപ്പം പ്രൊഡ്യൂസേഴ്സിനെയും കൺസ്യൂമേഴ്സിന്റെ ഇടയിൽ ഇപ്പം മിഡിൽ മാൻ, അതിനൊരു ഏജന്റ് വരുമ്പോൾ ഏജന്റിന് വലിയൊരു എമൗണ്ട് എന്താ പറയാ ബ്രോക്കറേജ് കമ്മീഷൻ ഒക്കെ കൊടുക്കേണ്ടി വരും. ഇപ്പൊ ഞാനിപ്പോ ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു, കമ്മോഡിറ്റിക്ക് ഞാൻ പറയുന്ന വില, ഇപ്പൊ നിങ്ങൾക്ക് കൃഷിക്കാരെ കേസിലൊക്കെ അവര് ഫേസ് ചെയ്യുന്ന വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് പ്രോബ്ലം ആണ് ഈ മിഡിൽ മാൻ വരുന്നത്. ഇടയിൽ ഒരു ഏജന്റ് വരുമ്പോൾ ഏജന്റിനുള്ള കമ്മീഷൻ കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ശരിക്കും പറയുന്ന ഫാർമേഴ്സിനൊക്കെ അത് നെഗറ്റീവായ രീതിയിൽ എഫക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസ് ചെയ്ത കമ്മോഡിറ്റി സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി തുടങ്ങുന്നു. അവിടെ ഈ ഓൾറെഡി പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഫിനിഷ്ഡ് ഗുഡ്സ് മാർക്കറ്റിംഗ് നടത്താൻ വേണ്ടിയിട്ട്, മാർക്കറ്റിംഗ് അത് വിറ്റഴിക്കാൻ വേണ്ടിയിട്ട് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി വരുന്നു. അപ്പൊ അവിടെ മിഡിൽ മാൻ ഒന്നും തന്നെ ഇല്ല, പ്രൊഡ്യൂസേഴ്സ് ഡയറക്റ്റ് ആയിട്ടാണ് അത് മാർക്കറ്റിംഗ് നടത്തുന്നത്. അപ്പൊ ഈ പറയുന്ന മിഡിൽ മാന്റെ ഒരു എക്സ്പ്ലോയിറ്റേഷൻ അവിടെ ഉണ്ടാവില്ല. കിട്ടുന്ന ലാഭം മുഴുവനും ഈ പറയുന്ന പ്രൊഡ്യൂസേഴ്സിന് തന്നെയാണ് അവൈലബിൾ ആകുന്നത്. അപ്പൊ അങ്ങനെ മാർക്കറ്റിംഗ് പെർപ്പസ് നടത്തിന് വേണ്ടിയിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെയാണ് എന്ത് പറയാ? മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. അപ്പൊ മൂന്നെണ്ണാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞ വളരെ എളുപ്പമാണ്, പേരിന്റെ അകത്ത് തന്നെ മനസ്സിലാവും. കൺസ്യൂമർ കോപ്പറേറ്റീവ്സും പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ്സും മാർക്കറ്റിംഗ്, ഇവര് മെയിൻ ആയിട്ടുള്ള എന്താണ് ഇവർ ചെയ്യുന്നതെന്ന് നോക്കിയാൽ മതി. കൺസ്യൂമറിൽ കൺസ്യൂമർ ഗുഡ്സ് സെയിൽ ചെയ്യുന്നു, പ്രൊഡ്യൂസേഴ്സിനെയാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്. ദെൻ മാർക്കറ്റിംഗിൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഗുഡ്സ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് കാര്യങ്ങളാണ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ദ. അപ്പൊ ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഹൗസിംഗ് അല്ലെ, വീടും കാര്യങ്ങളൊന്നും ഇല്ലാതെ മെമ്പേഴ്സിന് ചിലപ്പോൾ വീടില്ലാതെ മെമ്പേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അവർക്ക് ലാൻഡ് ഒക്കെ എടുത്ത് ബിൽഡിംഗ് ഒക്കെ കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുക. അപ്പൊ അതിലൊക്കെ എൻഗേജ് ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെയാണ് എന്ത് പറയാ? ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയാ. അപ്പൊ അവര് ഹൗസ് കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്നതാണ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെയിൻ ആയിട്ടുള്ള എയിം എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നുള്ളത്.
The societies mainly we can see in urban areas. Main ആയിട്ടും housing cooperative societies കൂടുതലായിട്ടുള്ളത് urban areasലാണ്. They are formed to provide housing facility to its members. ഇപ്പൊ മെമ്പേഴ്സിന് എല്ലാവർക്കും വീടും ഹൗസ് അക്കോമഡേഷൻ ഫെസിലിറ്റി ഉണ്ടാവണമെന്നില്ല. അപ്പൊ മെമ്പേഴ്സിന് ഹൗസിംഗ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വീടും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്യുന്ന ഡെവലപ്പ് ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോ എന്താണ് ആ ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താണ് അവർ ചെയ്യുന്നത്? വാട്ട് ആർ ദി പെർഫോമൻസ് ഡൺ ബൈ ഹൗസിംഗ് സൊസൈറ്റി എന്നുള്ളത് നോക്കിക്കോളൂ എന്തൊക്കെയാന്നുള്ളത്. അപ്പൊ വീട് എടുക്കണ്ടെങ്കിൽ ലാൻഡ് വേണം അല്ലെ. അപ്പൊ ഹൗസിംഗ് സൊസൈറ്റി ഫസ്റ്റ് പ്രിക്വയർ ലാൻഡ്. ആദ്യം അവര് ലാൻഡ് എവിടെന്നെങ്കിലും ലാൻഡ് സ്ഥലം വെക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളൊക്കെ എക്വയർ ചെയ്യും. പിന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാനുള്ള പ്ലാൻ വരക്കും. പിന്നെ ലാസ്റ്റ് അവർക്ക് ബിൽഡിംഗ് തന്നെ ഒരു ഹൗസ് തന്നെ കൺസ്ട്രക്ട് ചെയ്ത് മെമ്പർക്ക് കൊടുക്കും. അപ്പൊ അങ്ങനെ ഹൗസ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റീസിനെയാണ് എന്ത് പറയാ? ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയാം. അപ്പൊ വെറുതെ അല്ല കേട്ടോ, ഫ്രീ ആയിട്ടൊന്നല്ല കേട്ടോ, പൈസ കൊടുത്തിട്ട് തന്നെയാണ് ഈ ഹൗസ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത്. ഇനി മെമ്പേഴ്സിന് പൈസ ഇല്ലെങ്കിൽ ഹൗസിംഗ് ഫെസിലിറ്റിക്ക് വേണ്ടിയിട്ട് അവർക്ക് ലോണും കാര്യങ്ങളൊക്കെ ഈ ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലോണൊക്കെ അറേഞ്ച് ചെയ്ത് കൊടുക്കും. അപ്പൊ ഇതാണ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ വരുന്നത്. ഫോർത്ത് വൺ ആണ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി പറഞ്ഞത്. മെയിൻ ആയിട്ടും കൺസ്ട്രക്ഷൻ ഓഫ് ഹൗസ് ആണ് അതിൽ വരുന്നത്. ദെൻ നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ക്രെഡിറ്റ്, അതായത് മെമ്പേഴ്സിന് ക്രെഡിറ്റ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാം. ഇപ്പൊ മെമ്പേഴ്സ് എന്ന് പറയുമ്പോൾ അതിൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് രണ്ടെണ്ണം ഉണ്ട്. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസും ഉണ്ട്, നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസും ഉണ്ട്. അഗ്രികൾച്ചർ ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ലോൺ പ്രൊവൈഡ് ചെയ്യലാണ്. ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക് റീസണബിൾ റേറ്റിന്, ലോവർ ഇൻട്രസ്റ്റ് റേറ്റിന് ആവശ്യമുള്ള എമൗണ്ട് ലോൺ പ്രൊവൈഡ് ചെയ്യും. അപ്പൊ അങ്ങനെയുള്ള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് ഈ പറയുന്ന ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പൊ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി ആൻഡ് നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. Agricultural credit society means such society provide loans to farmers on agriculturist. ഓക്കെ, കൃഷിക്കാർക്ക് ലോൺ കൊടുക്കുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി. ദെൻ നോൺ അഗ്രികൾച്ചറൽ എന്ന് പറഞ്ഞാല് ഇൻഡസ്ട്രിയലിസ്റ്റിനും അഗ്രികൾച്ചർ അല്ലാതെ ചെറിയ ചെറിയ ട്രേഡേഴ്സിനും ഇൻഡസ്ട്രിയലിസ്റ്റിനും ആർട്ടിസൻസിനും ഒക്കെ ലോ ഇൻകം ഗ്രൂപ്പിലുള്ള പ്രൊഡ്യൂസേഴ്സ് ഉണ്ടാവും. അപ്പൊ അവർക്ക് ലോൺ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നതിനെയാണ് എന്താ പറയാ? നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയാം. അപ്പൊ അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഒരുപാട് നിങ്ങൾക്ക് കോപ്പറേറ്റീവ് ബാങ്ക് കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും അല്ലെ. ഒരുപാട് ഇൻഡസ്ട്രിയൽ കോപ്പറേറ്റീവ് ബാങ്ക്, അതേപോലെ തന്നെ കോപ്പറേറ്റീവ് അർബൻ ബാങ്ക്, പിന്നെ എംപ്ലോയീസ് ക്രെഡിറ്റ് സൊസൈറ്റി നിങ്ങൾ കാണുന്നുണ്ട്. പല എംപ്ലോയീസിന്റെ പേരിൽ ഇപ്പോ എക്സ്മാൻ സർവീസ് ക്രെഡിറ്റ് സൊസൈറ്റി എന്നെല്ലാം പറഞ്ഞിട്ട് ഒത്തിരി ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റികൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും, പല പേരിലുള്ളത്. അപ്പൊ അതൊക്കെ ലോണ്, ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞാൽ ലോണ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്, മെമ്പേഴ്സിന് ലോണ് കൊടുക്കുന്നു. ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആർ ഡിവൈഡഡ് ഇൻടു ടു, അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റി ആൻഡ് നോൺ അഗ്രികൾച്ചറൽ. അഗ്രികൾച്ചറൽ എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെയുണ്ട്, സച്ച് ടൈപ്പ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ക്രെഡിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി പ്രൊവൈഡ് ലോൺ ടു അഗ്രികൾച്ചർ farmers, especially farmers. Then non agriculture എന്ന് പറഞ്ഞാൽ they are providing loans to persons such as artisans, small traders, small industrialists, etc. ചെറിയ ചെറിയ ഫാർമേഴ്സ് അല്ലാതെയുള്ള ബിസിനസ്മാൻ ഒക്കെ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതാണ് നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്. അപ്പൊ ഇതാണ് ക്രെഡിറ്റ് സൊസൈറ്റീസിൽ വരുന്നത്. അപ്പൊ എല്ലാത്തിന്റെയും പേര് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മീനിങ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ദെൻ ഫാമിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഫാമിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താ? ഫാമിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഫാർമേഴ്സ് കൂടിയിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി ആയിരിക്കും ഫാമിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. സ്മോൾ ഫാമേഴ്സ് ഫോം ഇൻടു കോപ്പറേറ്റീവ് സൊസൈറ്റി. വലിയ വലിയ കൃഷിക്കാരെയല്ല പറയുന്നത്, നമ്മളെ നാട്ടിലൊക്കെ കാണുന്ന ചെറിയ ചെറിയ കൃഷിക്കാർ കൂടിയിട്ട് അവര് മെമ്പേഴ്സ് ആയിട്ട് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി സ്റ്റാർട്ട് ചെയ്യുന്നു. അതാണ് ഫാമിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, ഇപ്പൊ കോക്കനട്ടിന്റെ ഒക്കെ കൃഷിക്കാര് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെ നടത്തുന്നുണ്ടെങ്കിൽ അതൊക്കെയാണ് ഫാമിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ വരുന്നത്. അപ്പോ ഫാമിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്ന് പറയുന്നത് കൃഷിക്കാർ, ചെറിയ ചെറിയ കൃഷിക്കാർ കൂടിയിട്ട് ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി അവരെ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നു, എന്നിട്ട് കിട്ടുന്ന റിട്ടേൺ അവരെ ഷെയർ ചെയ്തെടുക്കുന്നു. അതാണ് ഫാമിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ വരുന്നത്. മനസ്സിലായോ? ഡിഫറെന്റ് ഫോം ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്താന്നുള്ളത് ക്ലിയർ ആയോ?
കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ട്, പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി, മാർക്കറ്റ്. ഇത് ഈ പേര് തന്നെയാണ് ഇവരെ ബിസിനസ് ഇവര് ചെയ്യുന്ന ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് ഈ പേര് തന്നെ. ഇവരെ പ്രൊട്ടക്ട് ചെയ്യുക, പ്രൊഡ്യൂസേഴ്സ് കൂടിയിട്ട് നടത്തുന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പൊ അവരവിടുന്ന് പ്രൊഡക്ഷൻ നടത്തുന്നു. അത് ഓക്കെ, അത് പ്രൊഡക്ഷൻ നടത്താൻ വേണ്ടിയിട്ടുള്ള അസിസ്റ്റൻസ് ഗവൺമെന്റ് കൊടുക്കുന്നു. റോ മെറ്റീരിയൽ കാര്യങ്ങളൊക്കെ ഗവൺമെന്റ് ക്വാളിറ്റി റോ മെറ്റീരിയൽ ചീപ്പർ റേറ്റിന് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യും. ഫണ്ടില്ലെങ്കിൽ അതിനാവശ്യമുള്ള ലോണ് ഗവൺമെന്റ് റെഡിയാക്കി കൊടുക്കും. അപ്പൊ അതാണ് പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ദെൻ മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞാല് അതും പ്രൊഡ്യൂസേഴ്സ് പ്രൊഡക്ഷൻ നടത്തിയാൽ മാത്രം പോരാ, അവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് കൺസ്യൂമേഴ്സിന്റെ ഇടയിൽ എത്തിക്കണം. അപ്പൊ സാധാരണ കൺസ്യൂമേഴ്സും പ്രൊഡ്യൂസേഴ്സും തമ്മിലുള്ള ആ ലിങ്കില് മിഡിൽ മാൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത് there are some person as agent in between producers and consumers. Usually this middleman exploit the producers by charging higher brokerage. ഇപ്പൊ മിഡിൽ മാൻ ഒക്കെ ഇടയിൽ ഒരാളുണ്ടെങ്കിൽ അയാൾ എന്തായാലും വലിയൊരു എമൗണ്ട് ബ്രോക്കറേജ് അല്ലെ ഫീസ് ഒക്കെ വാങ്ങിയിട്ടാണ് ഈ പ്രൊഡ്യൂസറെ കമ്മോഡിറ്റി കൺസ്യൂമേഴ്സിനിടയിൽ സെയിൽ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു തടസ്സം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ആ ഒരു പ്രോബ്ലം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത്. അപ്പൊ ഇവരെ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ പ്രൊഡ്യൂസേഴ്സും ആർട്ടിസൻസും ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കമ്മോഡിറ്റി സെയിൽ ചെയ്യാണ് ചെയ്യുന്നത് മാർക്കറ്റിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. പ്രൊഡ്യൂസേഴ്സ് ഡയറക്റ്റ് ആയിട്ട് സെയിൽ ചെയ്യുന്നു, അവിടെ ബ്രോക്കറേജോ കമ്മീഷനോ മിഡിൽ മാൻ ഒന്നും തന്നെ വരുന്നില്ല. ദെൻ ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞാൽ മെമ്പേഴ്സിന് ഹൗസിംഗ് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യാന്നുള്ളതാണ് എയിം. അപ്പൊ സ്ഥലമൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ഇവര് സ്ഥലമൊക്കെ റെഡിയാക്കി വീട് കൺസ്ട്രക്ട് ചെയ്ത് കൊടുക്കുന്നു. വീട് എടുക്കാൻ വേണ്ടിയിട്ട് ലോൺ, ബാങ്കിൽ നിന്ന് ലോണ് കാര്യങ്ങളൊക്കെ ആവശ്യമുള്ള ഫണ്ടൊക്കെ സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നു. അതാണ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് തന്നെയാണ്. അപ്പൊ അഗ്രികൾച്ചറലുണ്ട്, നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് കോപ്പറേറ്റീവ്. അഗ്രികൾച്ചറൽ എന്ന് പറഞ്ഞാൽ ഫാർമേഴ്സിന് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തത്. നോൺ അഗ്രികൾച്ചർ എന്ന് പറഞ്ഞാൽ ഫാർമേഴ്സ് അല്ല, ചെറിയ ചെറിയ ട്രേഡ്മാനും അതേപോലെ തന്നെ ചെറിയ ബിസിനസ് പീപ്പിളും അവർക്കൊക്കെ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നതാണ് പറയുന്ന നോൺ അഗ്രികൾച്ചറൽ കോപ്പറേറ്റീവ് സൊസൈറ്റി. ദെൻ ഫാമിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഫാർമേഴ്സ് കൂടിയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പൊ ഫാർമേഴ്സ് അവര് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെ, അവരേത് കൃഷിയിലാണ് അല്ലെങ്കിൽ അവര് ഗുഡ്സ് ഒക്കെ അവിടെ സെയിൽ ചെയ്യുന്നു, എല്ലാവരും ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുന്നു, കിട്ടുന്ന റിട്ടേൺ എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് ഷെയർ ചെയ്തെടുക്കുന്നു. അതാണ് ഫാമിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ വരുന്നത്. അപ്പൊ ഇത്ര വരെ പറഞ്ഞ പോയിന്റ് നിങ്ങൾക്ക് മനസ്സിലായോ? ഡൗട്ടിനുള്ള ഇടയൊന്നും ഉണ്ടാവില്ല, കാരണം ചെറിയൊരു ടോപ്പിക്ക് മാത്രമേ പറഞ്ഞുള്ളൂ. കോപ്പറേറ്റീവ് സൊസൈറ്റി ക്ലിയർ ആണോ? ഓക്കെ. ദെൻ മെറിറ്റ് ആൻഡ് ലിമിറ്റേഷൻ. മോള് കേൾക്കുന്നില്ലല്ലോ, വോയിസ് കേൾക്കുന്നില്ല. ഇപ്പൊ ആരാ പറഞ്ഞത്? ക്ലിയർ ആണ് മാം. ഓക്കെ ഓക്കെ ഓക്കെ, താങ്ക് യു. ലെറ്റ്സ് കണ്ടിന്യൂ. മെറിറ്റ്സ് ആൻഡ് ലിമിറ്റേഷൻ. മെറിറ്റ്സും ലിമിറ്റേഷൻ നമ്മൾ പറഞ്ഞില്ല, നമ്മൾ എല്ലാ ഫോം ഓഫ് ഓർഗനൈസേഷനും നമ്മൾ പഠിച്ചിട്ടുണ്ട്. മെറിറ്റ്സും ഉണ്ട്, അതേപോലെ തന്നെ പ്രോബ്ലംസും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. Likewise, we can check what are the cooperative societies advantage and disadvantages. Then cooperative societyയുടെ അഡ്വാൻറ്റേജ് പറയുന്നത് ഈസി ഫോർമേഷൻ. നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട്, കമ്പനിയൊക്കെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അത്ര എളുപ്പമല്ല അല്ലെ. കമ്പനിയുടെ കേസിൽ വലിയ ക്യാപിറ്റലും കാര്യങ്ങളൊക്കെ വേണം, അതുകൊണ്ട് തന്നെ അത് ഡിഫിക്കൽട്ട് ടു എസ്റ്റാബ്ലിഷ് ആണ്. ബട്ട് ആസ് ഇൻ ദി കേസ് ഓഫ് എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വി ക്യാൻ ഈസിലി ഫോം എ കോപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷൻ. പക്ഷെ കോപ്പറേറ്റീവ് സൊസൈറ്റി വളണ്ടറി അസോസിയേഷൻ ആണെന്ന് പറഞ്ഞു. പിന്നെന്താ പറയാ, അധികം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലീഗൽ ഫോർമാലിറ്റീസ് ഒന്നും തന്നെ ഇല്ല. രജിസ്റ്റർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ, അത് മാത്രമേ വരുന്നുള്ളൂ. ഒരു ലീഗൽ ഒഫീഷ്യൽ ഫോർമാലിറ്റീസ് എന്ന് പറയുമ്പോൾ രജിസ്റ്റർ ചെയ്യണമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെ പ്രിപ്പയർ ചെയ്യണം, നമ്മളെല്ലാം ഓക്കെ ആണെങ്കിൽ, നമ്മൾ കൃത്യമായിട്ട് അതിനാവശ്യമുള്ള രജിസ്ട്രേഷന്റെ ഡോക്യുമെന്റ്സ് എല്ലാം ഓക്കെ ആണെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്ത് കിട്ടും. അപ്പോ തുടങ്ങുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതാണ് എന്ത്, കോപ്പറേറ്റീവ് സൊസൈറ്റി. സോ വൺ ഓഫ് ദി ഫസ്റ്റ് അഡ്വാൻറ്റേജ് ഓഫ് കോപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷൻ ഈസ് ഇറ്റ് ക്യാൻ ബി ഈസിലി എസ്റ്റാബ്ലിഷ്ഡ്, ഈസി ഫോർമേഷൻ. ദെൻ ലിമിറ്റഡ് ലയബിലിറ്റി. Another advantage, limited liability. Limited liabilities എന്ന് പറഞ്ഞാല് the liability of member is limited. നമ്മള് പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷന്റെ കേസിൽ നമ്മൾ പറയുന്നുണ്ട് അൺലിമിറ്റഡ് ലയബിലിറ്റി, സോൾ ട്രേഡർ കേസിൽ അൺലിമിറ്റഡ് ലയബിലിറ്റി. But as in the case of cooperative form of organization, we can say that liability of members are limited.
ഇപ്പൊ മെമ്പേഴ്സ് എത്ര പൈസയുടെ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ട് അതിന് കണക്കായിട്ട് മെമ്പേഴ്സിന്റെ ലയബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റഡ് ആയിരിക്കും. നമ്മൾ എടുക്കുന്ന ഷെയറിന് കണക്കായിട്ടുള്ള ലയബിലിറ്റി മാത്രമേ വരുള്ളൂ. അൺലിമിറ്റഡ് ലയബിലിറ്റി അല്ല, ലിമിറ്റഡ് ലയബിലിറ്റി. ദെൻ സോഷ്യൽ സർവീസ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. വൺ ഓഫ് ദി പ്രൈമറി മോട്ടോ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് റെൻഡറിങ് സർവീസ് ടു ഇറ്റ്സ് മെമ്പർ. അല്ലെ, മെമ്പേഴ്സിന് പ്രോഫിറ്റ് മോട്ടീവ് അല്ല വരുന്നത്, സർവീസ് പ്രൊവൈഡ് ചെയ്യലാണ്, മെമ്പേഴ്സിന്റെ ഡെവലപ്മെന്റ് ആണ് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം എന്താന്നുള്ളത്. കോപ്പറേറ്റീവ് ഫോസ്റ്റർ ഫെലോ ഫീലിംഗ് എമംഗ് മെമ്പേഴ്സ്, impart moral and educative value in their everyday life which are essential for better living. അപ്പൊ ഇവിടെ സോഷ്യൽ സർവീസ് ആണ് മെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ അതർ മെമ്പേഴ്സിന്, നമ്മളിപ്പോ 20 ആൾക്കാരുണ്ടെങ്കിൽ നമ്മളെ പോലെയുള്ള ബാക്കിയുള്ള മെമ്പേഴ്സിന്റെയും എന്താ പറയാ, അവർക്കും അവരെ ഡെവലപ്മെന്റ് എന്നുള്ള ഒരു വെറും സ്വന്തം ഡെവലപ്മെന്റ് മാത്രമല്ല എയിം, എല്ലാവരും ഡെവലപ്ഡ് ആവണം, എല്ലാവർക്കും എമൗണ്ട് കിട്ടണം എന്നുള്ള ഒരു എയിം ആണ് വരുന്നത് സോഷ്യൽ സർവീസിൽ വരുന്നത്. ദെൻ സ്റ്റേറ്റ് അസിസ്റ്റൻസ് നമ്മൾ ഓൾറെഡി പറയുന്നുണ്ട്. as compared to sole trader or partnership form of organization, this cooperative form of organization receive lot of assistance from government, both from the part of central and state government. നമ്മളെ സ്റ്റേറ്റ് അസിസ്റ്റൻസ് ഗവൺമെന്റ്, നമ്മളെ കേരള ഗവൺമെന്റ് ഒക്കെ കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ഒരുപാട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ നമ്മളെ ബജറ്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ, നിങ്ങൾ ബജറ്റ് ഒക്കെ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ മനസ്സിലാവും, ഓരോ ഇന്ന കോപ്പറേറ്റീവ് ഫീൽഡിന് ഇത്ര എമൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ബജറ്റിൽ വലിയൊരു എമൗണ്ട്, ക്രോർസ് ആൻഡ് ക്രോർസ് തന്നെ നമ്മളെ ഗവൺമെന്റ് ഈ കോപ്പറേറ്റീവ് സെക്ടറിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുന്നുണ്ട്. ശരിക്കും കേരളത്തിന്റെ എല്ലാം ഏറ്റവും വലിയൊരു ഫോം ഓഫ് ഓർഗനൈസേഷൻ ആണ് കോപ്പറേറ്റീവ് ഫോം ഓഫ് ബിസിനസ്. ഒരുപാട് നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് കോപ്പറേറ്റീവ് ബാങ്കും കോപ്പറേറ്റീവ് സൊസൈറ്റി ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ സ്റ്റേറ്റിന്റെ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റിന്റെ സഹായങ്ങൾ, സ്റ്റേറ്റ് കുറെ ഫണ്ട്, ഗ്രാന്റ് അതൊക്കെ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കൊടുക്കുന്നുണ്ട്. ഓക്കെ, പല പേരിലുള്ള ഗ്രാന്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ഓപ്പൺ മെമ്പർഷിപ്പ്, ആർക്ക് വേണമെങ്കിലും കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ മെമ്പർ ആകും. നിങ്ങളുടെ നാട്ടിൽ ഇപ്പം കോപ്പറേറ്റീവ് സൊസൈറ്റി ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്കും വേണമെങ്കിൽ അതിൽ മെമ്പർ ആകാൻ വേണ്ടി പറ്റും. വളണ്ടറി മെമ്പർഷിപ്പ് ആണെന്ന് പറഞ്ഞു. ഇപ്പൊ ഫാർമേഴ്സിന്റെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഇപ്പൊ സാധാരണ ഒരു ഇൻഡിവിജ്വലിന് പോയിട്ട് മെമ്പർ ആകാൻ വേണ്ടി പറ്റില്ല, അയാൾ ഫാർമർ തന്നെ ആയിരിക്കണം. പ്രൊഡ്യൂസർ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പ്രൊഡ്യൂസർ ആയിരിക്കണം. അപ്പൊ ആ ഒരു നിർബന്ധമുണ്ട്. അപ്പൊ ഏത് പ്രൊഡ്യൂസേഴ്സ്ക്ക് വേണമെങ്കിൽ അവിടെ താല്പര്യം ഉണ്ടെങ്കിൽ, ആരും നിർബന്ധിച്ചിട്ടുള്ള, വളണ്ടറി ഹി ക്യാൻ ബിക്കം വൺ ഓഫ് ദി മെമ്പർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ദർ ഈസ് നോ എനി കമ്പൽഷൻ. ഓപ്പൺ മെമ്പർഷിപ്പ് ആണ് ഉള്ളത്. അവിടെ നമ്മളെ കാസ്റ്റോ നമ്മളെ റിലീജിയനോ നമ്മളെ എന്താ പറയാ നമ്മളെ അങ്ങനെയുള്ള യാതൊരു ഒരു ഫീച്ചർ അവിടെ ഒരു എന്താ പറയാ തടസ്സമായിട്ട് വരുന്നില്ല മെമ്പർ ആകാൻ വേണ്ടിയിട്ട്. അപ്പൊ അതാണ് പറയുന്നത് ഓപ്പൺ മെമ്പർഷിപ്പ്. Then supply of goods at a cheaper rate. നമ്മൾ ഓൾറെഡി കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി പറഞ്ഞു. കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി ആണ് ഈ ഗുഡ്സ് ഒക്കെ സപ്ലൈ ചെയ്യുന്നത്. നമ്മൾ മാവേലി സ്റ്റോർ ഒക്കെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നുണ്ട്. കോപ്പറേറ്റീവ് സൊസൈറ്റി പർച്ചേസ് ഗുഡ്സ് ഡയറക്ട്ലി ഫ്രം പ്രൊഡ്യൂസേഴ്സ് ആൻഡ് സെൽ ദം ടു മെമ്പേഴ്സ് അറ്റ് ചീപ്പ് റേറ്റ്. ക്വാളിറ്റി ഗുഡ്സ് ചീപ്പർ റേറ്റിന് മെമ്പേഴ്സിന് അവൈലബിൾ ആക്കി കൊടുക്കുന്നുണ്ട്. അതാണ് സപ്ലൈ ഓഫ് ഗുഡ്സ് അറ്റ് ചീപ്പർ റേറ്റ്. അപ്പൊ അഡ്വാൻറ്റേജ് ഡൗട്ട് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. നെക്സ്റ്റ് വി ക്യാൻ ചെക്ക് വാട്ട് ആർ ദി ഡ്രോബാക്ക് ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റി. നമ്മൾ എന്ത് പറഞ്ഞാലും എല്ലാത്തിനും അതിൻ്റെതായിട്ടുള്ള ലിമിറ്റേഷൻസ് ഉണ്ടാവും അല്ലെ. അപ്പൊ പ്രോബ്ലംസും ഉണ്ട് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക്. അപ്പൊ അതിൽ ഒന്നാമത്തെ പ്രോബ്ലം ആയിട്ട് വരുന്നത് ലാക്ക് ഓഫ് ബിസിനസ് ആക്യുമാൻ. അതായത് നമ്മൾ ഇവിടെ അറിയാം, ഇപ്പൊ ഫാർമേഴ്സിന്റെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലാണെങ്കിൽ ഫാർമേഴ്സ് ആണ് അതിൽ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ എല്ലാ ഫാർമേഴ്സിനും ബിസിനസ് എക്സ്പീരിയൻസോ അല്ലെ പ്രൊഫഷണലി ക്വാളിഫൈഡ് ആകും മാനേജ്മെന്റ് സ്കില്ലോ അങ്ങനെയുള്ള ഒന്നും ഉണ്ടാവണമെന്നില്ല. നമ്മളിപ്പോ ഒരുപാട് കോപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷൻ പറഞ്ഞു, അവിടെ എല്ലാം മെമ്പേഴ്സിന്റെ ഡെവലപ്മെന്റ്. ഇപ്പൊ പ്രൊഡ്യൂസേഴ്സ് കോപ്പറേറ്റീവ് സൊസൈറ്റീസിൽ പ്രൊഡ്യൂസേഴ്സ് ബിക്കം ദി മെമ്പർ അല്ലെ, പ്രൊഡ്യൂസേഴ്സ് ആയിരിക്കും അതിൽ മെമ്പേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ അവർക്ക് ഇപ്പൊ കമ്പനീനെ പോലെ എന്താ പറയാ ടാലന്റോ അത്ര ട്രെയിനിങ്ങോ ഒന്നും കിട്ടണമെന്നില്ല. അപ്പൊ ബിസിനസ്മാൻ ആവശ്യമായ സ്കില്ലും കാര്യങ്ങളൊക്കെ കുറവായിരിക്കും ആസ് കമ്പയർഡ് ടു കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ. ദെൻ ആബ്സെൻസ് ഓഫ് മ്യൂച്വൽ ഇൻട്രസ്റ്റ്. അപ്പൊ നമ്മൾ പറഞ്ഞ ഈ പറയുന്ന കോപ്പറേറ്റീവ് സൊസൈറ്റിയില് സെൽഫ് ഹെൽപ്പും മ്യൂച്വൽ ഹെൽപ്പാണ് പറയുന്നത് അല്ലെ. സ്വന്തം ആയിട്ടുള്ള ഡെവലപ്മെന്റും ഉണ്ട്, അതോടൊപ്പം തന്നെ മെമ്പേഴ്സിന്റെ ഡെവലപ്മെന്റും ഉണ്ട്. ഇപ്പൊ 20 ആള് മെമ്പേഴ്സ് ആയിട്ടുള്ള ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഒരാൾ മതിയാ. ഒരു ആബ്സെൻസ് ഓഫ് മ്യൂച്വൽ ഇൻട്രസ്റ്റ്, ഒരാൾക്ക് ഒരാള് നെഗറ്റീവായ രീതിയിൽ റിയാക്ട് ചെയ്താൽ ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ എന്താ പറയാ
ആ ഒരു കോപ്പറേഷൻ തന്നെ ഇല്ലാതായി വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അതാണ് ആബ്സെൻസ് ഓഫ് മ്യൂച്വൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അതായത് ഇപ്പൊ 20 ഫാർമേഴ്സ് കൂടിയിട്ട് നടത്തുന്ന ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി, അതിൽ 1-2 ആൾക്കാർക്ക് എന്തെങ്കിലും ഒരു കോപ്പറേഷൻ ഇല്ലെങ്കിൽ ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി സക്സസ്ഫുൾ ആകണമെന്നില്ല. അപ്പൊ അതാണ് ആബ്സെൻസ് ഓഫ് മ്യൂച്വൽ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. ചിലപ്പോ പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ട്, ഇപ്പൊ ഒരാള് ബെനിഫിറ്റിന് വേണ്ടിയിട്ട് ചിലപ്പോൾ അയാൾ എന്തെങ്കിലും നെഗറ്റീവായ രീതിയിൽ ആ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ പെർഫോം ചെയ്താൽ ആ കോപ്പറേറ്റീവ് സൊസൈറ്റിനെ മൊത്തത്തിൽ അത് എഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതാണ് അപ്പൊ ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ 20 ആൾക്കാരാണെങ്കിൽ 20 ആൾക്കാര് വേ ഓഫ് തിങ്കിങ് ഒരേപോലെ ആയിരിക്കണം. ഇപ്പൊ ഞാനിപ്പോ വിചാരിക്കുന്നു യെസ് അടുത്ത ആൾക്ക് കൊടുക്കണ്ട അങ്ങനെ കരുതിയിട്ട് ചെയ്താൽ ആ കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് ഡെവലപ്മെന്റ് ഉണ്ടാവില്ല. അപ്പൊ അതാണ് പറയുന്നത് ആബ്സെൻസ് ഓഫ് മ്യൂച്വൽ ഇൻട്രസ്റ്റ്. ചിലപ്പോൾ മ്യൂച്വൽ കൺസെന്റ് ഉണ്ടാകണമെന്നില്ല, എല്ലാവരും ഒരേപോലെ തിങ്ക് ചെയ്യണം എന്നില്ല. അപ്പൊ അത് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പെർഫോമൻസിനെ നെഗറ്റീവായിട്ട് ബാധിക്കും. ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്. എന്തുകൊണ്ട് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്? കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ കാണുന്ന വേറൊരു ഡ്രോബാക്ക് ആണ് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്. എന്തുകൊണ്ടാണ് ഇത് പറയുന്നത് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ്? അതായത് ഇവിടെ ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് ആണെന്ന് പറഞ്ഞാൽ ഡെമോക്രാറ്റിക് മാനേജ്മെന്റ് ആണ്. ഇപ്പൊ ഒരു 1 ഇയർ ആണ് ഇപ്പൊ ഒരു മാനേജിംഗ് കമ്മിറ്റി സെലക്ട് ചെയ്യുന്നതെങ്കിൽ അടുത്ത ഇയറിൽ അതേ സമയമാകുമ്പോൾ വീണ്ടും വോട്ടിംഗ് ഇലക്ഷൻ വരും, പുതിയ മാനേജിംഗ് കമ്മിറ്റീനെ സെലക്ട് ചെയ്യും. അപ്പൊ ശരിക്കും അവർക്ക് വർക്ക് ചെയ്യാനുള്ള ഒരു പീരീഡ് എന്ന് പറയുന്നത് 1 ഇയർ മാത്രമേ ഉള്ളൂ. അപ്പൊ അവർക്ക് എന്താ പറയാ അടുത്ത ഇയർ ആവുമ്പോഴത്തേക്ക് തന്നെ വീണ്ടും ഡെമോക്രാറ്റിക് മെത്തേഡ് ഓഫ് വോട്ടിംഗ് ആവുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് ചിലപ്പോ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റണമെന്നില്ല, നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ വേണ്ടി പറ്റണമെന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു എന്താ പറയാ ഒരു ചില കേസിലൊക്കെ ഇനാക്റ്റീവ് ആയിട്ട് കാണാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനാക്റ്റീവ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വർക്ക് ചെയ്യണം എന്നില്ല, ഇൻട്രസ്റ്റ് ഉണ്ടാകണമെന്നില്ല. പിന്നെ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് നമുക്ക് വേറൊരു കാര്യം കൂടി പറയാം, ഇവരെ മെയിൻ എയിം പ്രോഫിറ്റ് അല്ല, അല്ലെ? പ്രോഫിറ്റ് ഇല്ലെങ്കിലും ഒന്നും പ്രശ്നമില്ല. ബാക്കിയുള്ള കേസിലൊക്കെ പ്രോഫിറ്റ് വർക്ക് ചെയ്താൽ കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്നുള്ള ഒരു എയിമോട് കൂടിയിട്ട് അവർ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു എയിം ഒന്നും വരുന്നില്ല, പിന്നെ സർവീസ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ബിസിനസിനെ കമ്പയർ ചെയ്യുമ്പോൾ മെമ്പേഴ്സിന്റെ പെർഫോമൻസ് ഒക്കെ അത്രത്തോളം ഉണ്ടാവണം എന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതാണ് ലാക്ക് ഓഫ് ഇൻട്രസ്റ്റിൽ വരുന്നത്. ലാക്ക് ഓഫ് കോർഡിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് മെമ്പേഴ്സ് ഉള്ള കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ചിലപ്പോൾ എല്ലാവരും ഒരേപോലെ കോർഡിനേറ്റ് ചെയ്ത് പോകണമെന്നൊന്നുമില്ല. അവിടെ പ്രോബ്ലംസും ഡിസ്പ്യൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ലാക്ക് ഓഫ് കോർഡിനേഷൻ പറയാം, ലാക്ക് ഓഫ് കോർഡിനേഷൻ. ദെൻ കറപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്കിപ്പം കോപ്പറേറ്റീവ് ബാങ്കിലോ അല്ലെ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലോ നമ്മളിപ്പോ നിങ്ങൾ 2 മാസത്തെ ന്യൂസ് ഒക്കെ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പല കോപ്പറേറ്റീവ് ബാങ്കിലും മാനേജേഴ്സ് തന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും പല കേസിലും പെട്ടതായിട്ട്, അല്ലെ? പൈസയൊക്കെ തട്ടിച്ചിട്ടും അങ്ങനെയുള്ള പല കേസുകൾ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. എസ്പെഷ്യലി കോപ്പറേറ്റീവ് ബാങ്കിൽ അത് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. വലിയ നമ്മളെ കണ്ണൂർ ജില്ലയിൽ തന്നെ നിങ്ങൾക്കറിയാം, വലിയ കോടിക്കണക്കിന് എമൗണ്ട് ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് മാനേജർ സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയ കേസും കാര്യങ്ങളൊക്കെ ഇപ്പോ 1 വർഷമൊന്നും ആയിട്ടില്ല, ഈ ലോക്ക്ഡൌൺ പീരീഡിൽ തന്നെ നമ്മൾ കണ്ടത്. അപ്പൊ കറപ്ഷൻ എന്ന് പറയുന്നത് കൂടുതലായിട്ട് കണ്ടുവരാൻ വേണ്ടി പറ്റുന്നത്. ഇപ്പൊ എന്തെങ്കിലും രജിസ്ട്രാർ എടുത്ത ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യണമെങ്കിൽ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റിക്ക് കുറച്ച് കാര്യങ്ങൾ എന്താ പറയാ ബ്രൈബറി ഒക്കെ കൊടുത്തിട്ട് കൈക്കൂലിയൊക്കെ കൊടുത്തിട്ട് ആ ഒരു കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കാര്യങ്ങൾ നടത്താൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു ഓഫീസേഴ്സ് ഈ കറപ്ഷൻ എൻഗേജ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ. അപ്പൊ അങ്ങനെ കറപ്ഷൻ എന്ന് പറയുന്നത് ശരിക്കും ഗവൺമെന്റ്, നിങ്ങൾക്കറിയാം ഗവൺമെന്റിന്റെ അണ്ടറിൽ വരുന്നതിൽ മിക്കവാറും റെഡ് ടാപ്പിസവും കറപ്ഷനും ഒക്കെ കൂടുതലായിട്ട് നമുക്ക് കണ്ടുവരുന്നതാണ്. അപ്പൊ കറപ്ഷൻ വരുന്നുണ്ട്. ലാക്ക് ഓഫ് സീക്രസി എന്ന് പറഞ്ഞാൽ ബുക്സ് ഓഫ് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ മെമ്പേഴ്സിന് എല്ലാവർക്കും അത് ഡിസ്ക്ലോസ് ചെയ്യണം. അതുകൊണ്ട് തന്നെ സീക്രസി എന്ന് പറയുന്ന ഒന്നും തന്നെ കോപ്പറേറ്റീവ് സൊസൈറ്റിയെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷനോ സോൾ ട്രേഡറോ അങ്ങനെയല്ല. എല്ലാ സോൾ ട്രേഡർ കേസിൽ മെയിൻറ്റെയിൻ സീക്രസി മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ പറയുന്ന കോപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷനിലെ വി കൻ സി ലാക്ക് ഓഫ് സീക്രസി ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു കാര്യം അവർക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. കാരണം 20 മെമ്പേഴ്സിന്റെ അടുത്ത് ഷെയർ ചെയ്യണം. അപ്പൊ അവിടെ സീക്രസി ഉണ്ടാവില്ല. ദെൻ ഇൻസഫിഷ്യന്റ് മോട്ടിവേഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലാക്ക് ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞു. ഇവിടെ മോട്ടിവേഷൻ ഒന്നും ഇല്ല, കാരണം റേറ്റ് ഓഫ് റിട്ടേൺ കുറവാ. എത്ര വർക്ക് ചെയ്താലും 9% വരെ റിട്ടേൺ മാക്സിമം കിട്ടൂല. അപ്പൊ എന്തായാലും ഒരു അല്ലെ മോട്ടിവേഷന്റെ ലെവൽ എന്ന് പറയുന്നത് കുറഞ്ഞു വരാനുള്ള ചാൻസ് ഉണ്ട്. ഇൻസഫിഷ്യന്റ് മോട്ടിവേഷൻ ആണ് വരുന്നത്. അപ്പൊ ഇതൊക്കെയാണ് കോപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസിലും വരുന്നത്.
ഒരു റിമൈൻഡർ ചിലപ്പോൾ വീണ്ടും കട്ടാവാൻ ചാൻസ് ഉണ്ട്. എന്റെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട് റിമൈനിങ് മീറ്റിംഗ് ടൈം 8 മിനിറ്റ് എന്നുള്ളത്. അപ്പൊ ഞങ്ങൾക്ക് തോന്നുന്നു 45 മിനിറ്റിലേക്ക് വീണ്ടും ഇത് 40 മിനിറ്റിലേക്ക് പോകുന്നുണ്ട് സൂം. അപ്പൊ കട്ടായാല് വീണ്ടും റീജോയിൻ ചെയ്യുക സെയിം ID യൂസ് ചെയ്തിട്ട്. ഇതാണ് കോപ്പറേറ്റീവ് ഫോം ഓഫ് ഓർഗനൈസേഷന്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസിലും വരുന്നത്. അപ്പൊ നമ്മള് കമ്പനി പറഞ്ഞു. മാം യെസ്, നമ്മള് കേൾക്കുന്നില്ലല്ലോ, ഒന്നും കേൾക്കുന്നില്ല. വേറെ ആയിരിക്കും കേട്ടോ? എനിക്ക് മാം ചാറ്റ് ബോക്സാ? ഞാനിപ്പോ സ്ക്രീൻ ഒറ്റ മിനിറ്റോളെ. അതല്ല മാം, ചാറ്റ് ബോക്സിൽ എൻറോൾമെന്റ് നമ്പർ ഇടണോ? വേണമെന്നില്ല. ഓക്കെ, അതാണ് ചോദിച്ചത്. എൻറോൾമെന്റ് നമ്പർ ഇടണമെന്നില്ല കേട്ടോ, ഇടണമെന്നില്ല. ഓക്കെ, ഞാൻ എന്തെങ്കിലും ഡൗട്ട് ഒന്നല്ല അല്ലേ? അല്ല. ഓക്കെ, സാധാരണ നമ്മളെ ഇടാറുണ്ടായിരുന്നു. നിങ്ങൾ ഇടുന്നതിനെ കൊണ്ട് പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ ഇട്ടോളൂ, കുഴപ്പമൊന്നുമില്ല. എനിക്ക് നിങ്ങള് ഓക്കെ അങ്ങനെയാണെങ്കിൽ എല്ലാരും രജിസ്റ്റർ നമ്പർ നിങ്ങളെ മെസ്സേജ് ആയിട്ട് ചെയ്തോളൂ കേട്ടോ. നിങ്ങളെ രജിസ്റ്റർ നമ്പറും പേരും. അഥവാ എന്തെങ്കിലും ആവശ്യം വന്നാല് പിന്നെ വീണ്ടും നിങ്ങളോട് ചോദിക്കണ്ടല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഒരുപാട് ഫോം ഓഫ് ഓർഗനൈസേഷൻ ഒത്തിരി നോക്കി. എന്തൊക്കെയാണ് നോക്കിയത്? പാർട്ട്ണർഷിപ്പ് പറഞ്ഞു, സോൾ ട്രേഡർ പറഞ്ഞിട്ടുണ്ട്, അതേപോലെ തന്നെ കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ, കോപ്പറേറ്റീവ് സൊസൈറ്റി, ഇതെല്ലാം കൂടാതെ ഇന്നും വരുന്നുണ്ട്. നമുക്ക് നോക്കാം ബാക്കിയുള്ളത് എന്തൊക്കെയാന്നുള്ളത്. എല്ലാം നിങ്ങൾക്ക് അറിയുന്നത് തന്നെയായിരിക്കും, നമ്മൾ എവിടെയെങ്കിലും ആയിട്ട് കേട്ട കാര്യങ്ങൾ തന്നെയായിരിക്കും. യെസ്, അടുത്തത് വരുന്നത് ഫോംസ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഇത് അത് തന്നെയാണ്. ക്രൈറ്റീരിയ ഫോർ സെലക്ടിങ് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ ആണ് റിക്വിസിറ്റ്സ് ഓഫ് എൻ ഐഡിയൽ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. റിക്വിസിറ്റ്സ് ഓഫ് എൻ ഐഡിയൽ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. അതായത് റിക്വിസിറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാം വാട്ട് ആർ ദി ഇസെൻഷ്യൽ ക്വാളിറ്റീസ് ഓഫ് എ സൗണ്ട് ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. അതായത് ഒരു ബിസിനസ് ഓർഗനൈസേഷന് വേണ്ടുന്ന ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതാണ് ഈ റിക്വിസിറ്റ്സിൽ വരുന്നത്. റിക്വിസിറ്റ്സ് ഓഫ് എൻ ഐഡിയൽ ഫോം ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ. അതായത് ഇപ്പൊ നമ്മൾ വി ആർ പ്ലാനിങ് ടു സ്റ്റാർട്ട് എ ബിസിനസ് ഓർഗനൈസേഷൻ, ദെൻ വാട്ട് ആർ ദി ഇസെൻഷ്യൽ ഫീച്ചേഴ്സ് ഓഫ് സച്ച് ബിസിനസ് ഓർഗനൈസേഷൻ. ഞാനിപ്പോ ഒരു ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നു. അപ്പൊ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ നോക്കും ബിസിനസ് ഓർഗനൈസേഷൻ തുടങ്ങുമ്പോൾ ഇന്ന കാര്യങ്ങളെല്ലാം അതിന് വേണം എന്നുള്ളത്. അപ്പൊ അതിന്റെ ബേസിലായിരിക്കും നമ്മൾ പാർട്ട്ണർഷിപ്പ് വേണോ, സോൾ ട്രേഡഡ് ആകണോ, കമ്പനി തുടങ്ങണോ എന്നുള്ള ഡിസിഷൻ ഒക്കെ എടുക്കുന്നത്. അപ്പൊ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. മെയിൻ പോയിന്റ്സ് മാത്രം നിങ്ങൾ പഠിക്കുക, ബാക്കി നിങ്ങൾ ഓൺ വേർഡ്സിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഒന്നാമത്തത് ഈസി ഓഫ് ഫോർമേഷൻ. ഫസ്റ്റത്തേത് okay, one of the important feature or characteristics of this ideal form of business organization is easy to form. ഒരു ബിസിനസ് ഏതൊരാളായാലും ബിസിനസ് തുടങ്ങുമ്പോൾ അയാൾ ഫസ്റ്റ് നോക്കുന്ന കാര്യം എത്ര പെട്ടെന്ന് ഇത് തുടങ്ങാൻ വേണ്ടി പറ്റുന്നതാണ്. അപ്പൊ ഒന്നാമത്തെ റിക്വിസിറ്റ്സ് എന്ന് പറയുന്നത് ഈസി ഓഫ് ഫോർമേഷൻ ആണ്. അപ്പൊ നിങ്ങൾ ആലോചിക്കും, നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു ബിസിനസ് തുടങ്ങണം, അപ്പൊ ഏത് ബിസിനസ് ആയിരിക്കും നല്ലത്? അതായത് നിങ്ങൾക്ക് ഒരു ടൈം ഉണ്ട്, ഒരാഴ്ചക്കുള്ളിൽ ബിസിനസ് തുടങ്ങണം. സോ വിച്ച് ടൈപ്പ് ഓഫ് ബിസിനസ് ഓർഗനൈസേഷൻ വിൽ യു പ്രിഫർ? Is it sole trader, or is it partnership form of organization, or company form of organization? Which form of organization is better for you if you want to start a business form of organization within 1 week? പറയൂ, എന്തായിരിക്കും? സോൾ ട്രേഡർ. സോൾ ട്രേഡർ അല്ലെ? ഓക്കെ, നിങ്ങൾ മെസ്സേജ് എന്തെങ്കിലും അയക്കുന്നുണ്ടെങ്കിൽ എനിക്കിപ്പം ചാറ്റ് ബോക്സിൽ നിങ്ങൾ രജിസ്റ്റർ നമ്പർ ഇടുന്നതായിരിക്കും അല്ലെ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കുക. കാരണം ഞാനിപ്പോ ഷെയർ ചെയ്യുന്നത് കൊണ്ട് ഷെയർ ചെയ്യുന്ന സ്ക്രീന് മാത്രമേ കാണുന്നുള്ളൂ. അപ്പൊ അതാണ് ഒന്നാമത്തെ പോയിന്റിൽ വരുന്നത്, ഈസി ഓഫ് ഫോർമേഷൻ. If we want to start a business organization within 1 week, no doubt it is to select sole trader type of organization. Then if we have sufficient time to start a business organization, then which type of business is better? If we have plenty of time to start a business organization, which one is better? ഒരുപാട് സമയം ഉണ്ടെങ്കിൽ എന്താ, ഇപ്പോഴൊന്നും തുടങ്ങണ്ട, ഒരു 2 കൊല്ലം കഴിഞ്ഞ് തുടങ്ങിയാൽ മതി. അപ്പൊ ഏതായിരിക്കും നല്ലത്?
യെസ്, കമ്പനി തുടങ്ങാം അല്ലെ. കമ്പനിക്കെല്ലാം ഒത്തിരി ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട്, ടൈം എടുക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഒത്തിരി ടൈം ഉള്ളത് കൊണ്ട് കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ തുടങ്ങുന്നതിലോ അല്ലെങ്കിൽ എന്താ പറയാ പാർട്ട്ണർഷിപ്പ് തുടങ്ങുന്നതിലോ ഒന്നും പ്രോബ്ലം ഇല്ല. അപ്പൊ ബിസിനസിന്റെ ഒരു ഓർഗനൈസേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, ഫോം ചെയ്യുമ്പോൾ തുടക്കത്തിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ട കാര്യം ഈസി ഓഫ് ഫോർമേഷൻ ആണ്. ഓക്കെ, എങ്ങനെ അത് തുടങ്ങാൻ വേണ്ടി പറ്റുന്നു എന്നുള്ളത്. അപ്പൊ അത് ഓരോരാളെ റിക്വസിറ്റ് ആണ്. പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ട ഒരാൾക്ക് ഇറ്റ് ഈസ് ബെറ്റർ ടു സ്റ്റാർട്ട് സോൾ ട്രേഡ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. If a person need not to want to start the business form of organization immediately, there are lot of time to start, then he can select either company form of organization or partnership form of organization on his discretion. അയാളെ ഇഷ്ടത്തിനനുസരിച്ച് തുടങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പൊ ഒന്നാമത്തെ റിക്വസിറ്റ്സിൽ വരുന്നത് ഈസി ഓഫ് ഫോർമേഷൻ. Then second one, scope of raising capital. Scope of raising capital. നിങ്ങൾ ആലോചിച്ചിട്ട് പറയൂ, scope of raising capital എന്തായിരിക്കും? If large amount of capital is required, if I am planning to start a business which require huge amount of capital, then only such type of organization can be started. അല്ലെ, ഞാനിപ്പോ ഒരു ബിസിനസ് തുടങ്ങുന്നത് വലിയ ക്രോർസ് ആൻഡ് ക്രോർസ്, ഇപ്പൊ ഒരു 10 crore ഒക്കെ വെച്ചിട്ടാണ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഏതായിരിക്കും നല്ലത്? സ്കോപ്പ് ഓഫ് റേസിംഗ് ക്യാപിറ്റൽ എന്തായിരിക്കും? പാർട്ട്ണർഷിപ്പ് അല്ലെ കമ്പനി അല്ലെ. ഇപ്പൊ പബ്ലിക്കിന്റെ ഇടയിൽ നിന്ന് ഇപ്പൊ സ്കോപ്പ് ഓഫ് റേസിംഗ് ക്യാപിറ്റൽ ഞാൻ ഉദ്ദേശിക്കുന്നത് പബ്ലിക്കിന്റെ അടുത്ത് നിന്നൊക്കെ കുറെ ഷെയർ ഒക്കെ ഇഷ്യൂ ചെയ്തിട്ട് അല്ലെ, പബ്ലിക്കിന്റെ അടുത്ത് നിന്ന് ഷെയർ ഒക്കെ ഇഷ്യൂ ചെയ്തിട്ട് ഒരു ബിസിനസ് തുടങ്ങാന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എനിക്ക് നല്ലത് ബെറ്റർ ഓപ്ഷൻ ആയിട്ട് വരുന്നത് സ്റ്റാർട്ടിങ് എ കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ ആയിരിക്കും. ഇനിയിപ്പോ ചെറിയൊരു എമൗണ്ടിന് പബ്ലിക്കിന്റെ അടുത്തൊന്നും വേണ്ട, ചെറിയൊരു എമൗണ്ടിന് സ്വന്തമായിട്ട് തന്നെ ക്യാപിറ്റൽ ഇട്ടിട്ടാണ് ബിസിനസ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇറ്റ് ഈസ് ബെറ്റർ ടു സെലക്ട് സോൾ ട്രേഡ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻ. ഇനി എനിക്കിപ്പോ റിസ്ക് ഷെയർ ചെയ്യണം, ഒറ്റക്കാവൂല, ഒരാളും കൂടി വേണമെന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ ആ സമയത്ത് ബെറ്റർ എന്തായിരിക്കും? പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷൻ ആയിരിക്കും. അപ്പൊ സ്റ്റാർട്ടിംഗ് ബിസിനസ്സിലെ സെക്കൻഡ് ആയിട്ട് വരുന്ന റിക്വസിറ്റ്, നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കേണ്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് സ്കോപ്പ് ഓഫ് റേസിംഗ് ക്യാപിറ്റൽ. ക്യാപിറ്റൽ റേസ് ചെയ്യാനുള്ള വേ, കുറെ ക്യാപിറ്റൽ വേണ്ടുന്നതാണെങ്കിൽ കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ ആയിരിക്കും നല്ലത്. കുറച്ച് ക്യാപിറ്റൽ മതിയെങ്കിൽ പാർട്ട്ണർഷിപ്പ് ഫോം ഓഫ് ഓർഗനൈസേഷനോ അല്ലെ സോൾ ട്രേഡ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനോ ആയിരിക്കും ബെറ്റർ. ദെൻ എക്സ്റ്റെൻഡ് ഓഫ് ലയബിലിറ്റി. ലയബിലിറ്റി ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നുണ്ട്. ലയബിലിറ്റി പല ലയബിലിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. അൺലിമിറ്റഡ് ലയബിലിറ്റി വേണമെങ്കിൽ നോക്കാം, അല്ലെങ്കിൽ ലിമിറ്റഡ് ലയബിലിറ്റിയിൽ നോക്കാം. അപ്പൊ എന്താണ് അൺലിമിറ്റഡ് ലയബിലിറ്റി ആണെങ്കിൽ ഏതായിരിക്കും നല്ലത്? സോൾ ട്രേഡ്. അതായത് ഇപ്പൊ വീണ്ടും കട്ടാവാൻ ചാൻസ് ഉണ്ട്, 30-40 മിനിറ്റിലേക്ക് ആവറായി, കട്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോ ലയബിലിറ്റി അൺലിമിറ്റഡ് ലയബിലിറ്റി ഒന്നും പ്രശ്നേ അല്ല. അയാൾക്ക് പിന്നെ അല്ലെ ലയബിലിറ്റി എത്ര എമൗണ്ട് വേണമെങ്കിലും മീറ്റ് ചെയ്യാൻ റെഡിയാണ്. അങ്ങനെയുള്ള കേസിൽ സോൾ ട്രേഡ് ടൈപ്പ് ഓഫ് ഓർഗനൈസേഷനോ പാർട്ട്ണർഷിപ്പോ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഇനി ലിമിറ്റഡ് ലയബിലിറ്റി പ്രിഫർ ചെയ്യുന്ന കേസിൽ കമ്പനി ഫോം ഓഫ് ഓർഗനൈസേഷൻ ആയിരിക്കും ബെറ്റർ ആയിട്ട് വരുന്നത്. അപ്പൊ ലയബിലിറ്റിയുടെ കാര്യം നോക്കണം. അപ്പൊ ലയബിലിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്ക് പല രീതിയിലുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ദെൻ ഫ്ലെക്സിബിലിറ്റി ഓഫ് ഓപ്പറേഷൻ. ഫ്ലെക്സിബിൾ, അഡാപ്റ്റബിൾ ടു ചേഞ്ച്. നമ്മളിപ്പോ ബിസിനസ് തുടങ്ങുന്നു, ആ ബിസിനസ് നമ്മൾക്ക് ചേഞ്ച് അപ്ലിക്കബിൾ ആണ്, ചേഞ്ച് വരുത്താൻ വേണ്ടി പറ്റണം. അപ്പൊ അങ്ങനെ ഫ്ലെക്സിബിലിറ്റി ഓഫ് ഓപ്പറേഷൻ കൺസിഡർ ചെയ്യണം. അങ്ങനെയുള്ള കേസ്